മലയാള സിനിമയിലെ തൻ്റെടിക്ക് വിട. നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് അഭിനയത്തിലൂടെയും തിരക്കഥയിലൂടെയും സംവിധാനത്തിലൂടെയും സാമ്രാജ്യം വെട്ടിപ്പിടിച്ച ശ്രീനിവാസൻ അന്തരിക്കുമ്പോൾ ചരിത്രം മൺമറയുന്നു. പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ശ്രീനിവാസൻ. 80കളിൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറി. ഹാസ്യമായാലും ദുഃഖമായാലും അത് അവതരിപ്പിക്കാൻ പ്രത്യേക കഴിവ് തന്നെ ശ്രീനിവാസന് ഉണ്ടായിരുന്നു. എത്രയെത്ര ഹാസ്യ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. സന്ദേശം എന്ന ചിത്രത്തിലൂടെ ആക്ഷേപഹാസ്യത്തിൻ്റെ കൂരമ്പുകൾ എത്രമാത്രമാണെന്ന് മലയാളിക്ക് അനുഭവഭേദ്യമാക്കി തന്നു ശ്രീനിവാസൻ. പട്ടണപ്രവേശം, നാടോടിക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് അമാനുഷിക തലത്തിൽ നിന്നും മോഹൻലാലിനെ സാധാരണ തലത്തിലേക്ക് കൊണ്ടുവന്നത്. അതിന് ശ്രീനിവാസനോട് മോഹൻലാൽ നന്ദി പറയണം. മമ്മൂട്ടിക്കും അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ നൽകി ശ്രീനിവാസൻ. ഗോളാന്തര വാർത്തയിലെ രമേശൻ നായർ മമ്മൂട്ടിയുടെ ശ്രദ്ധേയമായ കഥാപാത്രമാണ്. അർത്ഥമാണ് ശ്രീനിവാസൻ കഥയും തിരക്കഥയും എഴുതിയ മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം. ഏത് കൊലകൊമ്പനെയും തളച്ചിടാൻ പറ്റിയ ആക്ഷേപഹാസ്യം ശ്രീനിവാസന് ഉണ്ടായിരുന്നു. മോഹൻലാൽ അതിമാനുഷിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കാലത്ത്, നരസിംഹവും മറ്റുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്നൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ മോഹൻലാലിനെ കളിയാക്കുന്ന സിനിമയായിരുന്നു. മോഹൻലാലിനെ കളിയാക്കുന്ന സിനിമ വലിയ ശ്രദ്ധ നേടി. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ക്ഷീണമായി തോന്നി മോഹൻലാലിൻ്റെ ആരാധകർക്ക്. മോഹൻലാലും ശ്രീനിവാസനും ഇതോടുകൂടി അകന്നു. പിന്നീട് ശ്രീനിവാസൻ മലയാള സിനിമയിൽ അധികകാലം സജീവമായില്ല. അദ്ദേഹം മോഹൻലാലും തമ്മിലുള്ള അകൽച്ച ശ്രദ്ധേയമായിരുന്നു. പക്ഷേ ശ്രീനിവാസനോട് മോഹൻലാലിന് എക്കാലവും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അഭിമുഖത്തിലൂടെയൊക്കെ മോഹൻലാലിനെതിരെ കൂരമ്പുകൾ വർഷിക്കുമ്പോഴും മോഹൻലാൽ ശ്രീനിവാസനെ സ്നേഹിച്ചിരുന്നു. ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള ദൃഢമായ സൗഹൃദം അവസാന കാലം വരെ തുടർന്നു പോന്നു. മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ താരത്തെ ആക്ഷേപഹാസ്യത്തിൻ്റെ കൂരമ്പുകൾ കൊണ്ട് തളയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കൂരമ്പുകൾ കൊണ്ട് ഇളക്കുമ്പോൾ ശ്രീനിവാസന് പേടിയില്ലായിരുന്നു. നിർഭയനായ വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. അരാഷ്ട്രീയമായിരുന്നു ശ്രീനിവാസൻ്റെ മുഖമുദ്ര. ഇടതും വലതും BJPയും ഒക്കെ ശ്രീനിവാസൻ്റെ ആക്ഷേപഹാസ്യത്തിൻ്റെ ശരങ്ങൾ ഏറ്റുവാങ്ങി. അതായിരുന്നു ശ്രീനിവാസൻ. മോഹൻലാലിനെ പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാറിലൂടെ ഇച്ഛ വരപ്പിച്ച ശ്രീനിവാസൻ പിന്നീടും ആക്ഷേപഹാസ്യത്തിൻ്റെ ശക്തി കൊണ്ട് മലയാള സിനിമയിൽ ജ്വലിച്ചു നിന്നു. ശ്രീനിവാസൻ്റെ 2 മക്കളും പ്രതിഭയാണ്. വിനീത് ശ്രീനിവാസൻ നല്ല നടനാണ്, നല്ല ഗായകനാണ്. ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും നല്ല സംവിധായകരും കൂടിയാണ്. മക്കളൊക്കെ സിനിമയുടെ ഉന്നത പദവി വെട്ടിപ്പിടിക്കുമ്പോൾ ശ്രീനിവാസൻ അതിൽ ആഹ്ലാദിച്ചിരുന്നു. 2 മക്കളും സിനിമയിലെ ഉന്നത പദവി തന്നെ വെട്ടിപ്പിടിച്ചു. ശ്രീനിവാസൻ്റെ തിരക്കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആക്ഷേപഹാസ്യം എത്രമാത്രം ശക്തമാകുന്നുവോ അത്രമാത്രം ശക്തമാക്കിയാണ് അദ്ദേഹം തിരക്കഥകൾ എഴുതിയത്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപഹാസ്യം എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെയും ഭാഗമായിരുന്നു. ഇടയ്ക്ക് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ശ്രീനിവാസൻ സഹകരിച്ചു. നമ്മുടെ കീറ്റക്സ് മുതലാളിയുടെ 2020യുമായി. പക്ഷേ പിന്നീട് ശ്രീനിവാസൻ അതിവേഗം അതിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് 2020ക്കും ഒരു രാഷ്ട്രീയം ഉണ്ടെന്നാണ്. അരാഷ്ട്രീയവാദിയായി ജീവിച്ച ശ്രീനിവാസൻ രാഷ്ട്രീയ സിനിമകൾ ഒരുക്കി. ആ രാഷ്ട്രീയത്തിൻ്റെ അപകട വശങ്ങൾ പ്രേക്ഷകരെ മനസ്സിലാക്കി കൊടുത്തു. സന്ദേശം രാഷ്ട്രീയത്തിൻ്റെ അപകട വശങ്ങൾ വ്യക്തമാക്കുന്ന സിനിമയാണ്. അത് വല്ലാത്തൊരു തലത്തിലേക്ക് പോകുന്ന സിനിമയാണ്. നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് സന്ദേശത്തിൽ. അതിലൊക്കെ ഉപരി ആക്ഷേപഹാസ്യം
രാഷ്ട്രീയം ഒരു കുടുംബത്തിൽ വരുത്തുന്ന തകർച്ച, അതൊക്കെയാണ് ശ്രീനിവാസൻ അതിമനോഹരമായി ചെയ്തത്. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ചരിത്രങ്ങളാണ്. വടക്കുനോക്കി യന്ത്രം, അതിലെ തളത്തിൽ ദിനേശൻ, സംവിധാനവും നിർവഹിക്കുകയും നായകനായി അദ്ദേഹം തന്നെ അഭിനയിക്കുകയും ചെയ്ത ആ ചിത്രം മലയാളത്തിലെ നല്ല മനഃശാസ്ത്ര ചിത്രങ്ങളിൽ ഒന്നാണ്. മനസ്സിൻ്റെ അപകർഷതാബോധം സജീവമായി ചർച്ച ചെയ്ത ചിത്രമാണ് വടക്കുനോക്കി യന്ത്രം. ചിന്താവിഷ്ടയായ ശ്യാമള വ്യത്യസ്തമായ ചിത്രമാണ്. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഒരു ഭർത്താവ്, ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഭർത്താവ്. അവിടെ ശ്യാമളയുടേതായ ജീവിതത്തിലേക്ക് പോകുന്നു. ഭർത്താവിനെ അവൾ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകളുള്ള ചിത്രങ്ങളാണ് വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. ശ്രീനിവാസന്റെ തിരക്കഥകൾക്ക് പൊന്നിൻ്റെ വിലയായിരുന്നു. സത്യനന്ദിക്കാടും ശ്രീനിവാസനും മോഹൻലാലും ഒരുമിച്ചാൽ അത് ആ ചിത്രത്തിന് ഇനീഷ്യൽ കളക്ഷൻ ഉറപ്പായിരുന്നു. ആ ചിത്രത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കുന്നതെല്ലാം കിട്ടുമായിരുന്നു. അവസാന ചിത്രം വരെ അത് കാത്തു സൂക്ഷിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞു. ശ്രീനിവാസൻ മൺമറയുമ്പോൾ ആക്ഷേപഹാസ്യത്തിൻ്റെ ആക്ഷേപഹാസ്യത്തിൻ്റെ ചരിത്രം കൂടിയാണ് മൺമറയുന്നത്. അത്ര ശക്തമായ ആക്ഷേപഹാസ്യമായിരുന്നു ശ്രീനിവാസൻ ഉപയോഗിച്ചിരുന്നത്. ശ്രീനിവാസന്റെ ഓരോ സിനിമകളും ആക്ഷേപഹാസ്യത്തിൻ്റെ മുൾമുനയിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. കറുത്ത ഹാസ്യം അഥവാ ബ്ലാക്ക് ഹ്യൂമർ, അതും ശ്രീനിവാസൻ ഉപയോഗിച്ചിരുന്നു സിനിമയിൽ അതിമനോഹരമായി തന്നെ. എന്തായാലും ശ്രീനിയില്ലാത്ത സിനിമയാണ് ഇനി. ശ്രീനിവാസൻ മലയാള സിനിമയുടെ ചരിത്രം തന്നെയായിരുന്നു. പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സാന്നിധ്യം. മലയാള സിനിമയിലെ ബിംബങ്ങൾക്ക് നേരെ വാളോങ്ങിയ ശ്രീനിവാസൻ. മോഹൻലാലിനെതിരെയുള്ള ഒരു ആക്ഷേപഹാസ്യ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ആരും ചിന്തിക്കില്ല. പക്ഷേ അതിനുള്ള ധൈര്യം ശ്രീനിവാസനുണ്ടായി. അതാണ് പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാറിലൂടെ ശ്രീനിവാസൻ തെളിയിച്ചത്. മോഹൻലാലിന് കേണൽ പദവിയൊക്കെ കിട്ടിയത് ഈ ചിത്രത്തിൽ ആക്ഷേപഹാസ്യമായി ശ്രീനിവാസൻ ഉപയോഗിച്ചു. ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവർ ശ്രീനിവാസന് നേരെ വാളോങ്ങി. പക്ഷേ അതൊന്നും ശ്രീനിവാസനെ ബാധിച്ചില്ല. അദ്ദേഹം ഒരു സിഗരറ്റ് വലിക്കുന്ന ലാഘവത്തോടെ, ചെയിൻ സ്മോക്കറായിരുന്നു ശ്രീനിവാസൻ, അദ്ദേഹം ഒരു സിഗരറ്റ് വലിക്കുന്ന ലാഘവത്തോടെ അതിലേക്ക് കണ്ടു. ശ്രീനിവാസൻ മടങ്ങുന്നു. ശ്രീനിവാസൻ മടങ്ങുമ്പോൾ മലയാള സിനിമ പുതിയൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ന്യൂജൻ സിനിമയുടെ കാലമാണിത്. എക്കോയും സുമതി വളവും ലോകയും ഒക്കെയായി മലയാള സിനിമ പുതിയ മാർഗത്തിലൂടെ, പുതിയ വഴിത്താരയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വഴിത്താരകൾക്കനുസരിച്ച് തൂലിക ചലിപ്പിക്കാൻ ശ്രീനിവാസനില്ല. മഹാനായ കലാകാര, നിങ്ങൾക്ക് പൊളിറ്റിക്സ് കേരളയുടെ ആദരാഞ്ജലികൾ.